തിരുവനന്തപുരം വെങ്ങാനൂരിൽ കാറിനുള്ളിൽ കുടുങ്ങിയ 2.5 വയസ്സുകാരനെ ഫയർഫോഴ്സ് പുറത്തിറക്കി. വീട്ടിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ താക്കോലുമായി കുട്ടി കയറിയതിന് പിന്നാലെ ഡോർ ലോക്കാവുകയായിരുന്നു. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. പ്രതീക്ഷ, കുട്ടിയെ പുറത്തെടുത്തോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരം വെങ്ങാനൂരിലാണ് 2.5 വയസ്സുകാരനായ കുട്ടി കാറിനുള്ളിൽ അകപ്പെട്ടത്. ഈ വീട്ടിൽ കളിക്കുന്നതിനിടെ കാർ പോർച്ചിൽ കിടന്ന കാറിൽ ഈ കാറിന്റെ തന്നെ താക്കോലുമായി കുട്ടി കയറുകയായിരുന്നു. തുടർന്ന് കാറിനുള്ളിൽ കുട്ടി കയറിയതോടുകൂടി കാറ് ലോക്കായി. പിന്നീട് കുട്ടിയെ പുറത്തേക്ക് എടുക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഉടൻ തന്നെ വിഴിഞ്ഞം ഫയർഫോഴ്സിനെ വീട്ടുകാർ വിവരമറിയിക്കുകയായിരുന്നു. ഈ ഫയർഫോഴ്സ് എത്തിയാണ് അരമണിക്കൂറോളം എടുത്തുകൊണ്ട് ഈ കുട്ടിയെ പുറത്തെടുത്തത്. നിലവിൽ ഈ ഫയർഫോഴ്സ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. കുട്ടി സുരക്ഷിതനാണ് എന്നതാണ് ഫയർഫോഴ്സും അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മറ്റ് സ്പെയർ കീ ഇല്ലാത്തതാണ് ഈ കുട്ടിയെ വീട്ടുകാർക്ക് പുറത്തെടുക്കാൻ കഴിയാതെ പോയത്. ആ സമയത്ത് പെട്ടെന്ന് വീട്ടുകാരും ഈ കാറിനുള്ളിലേക്ക് കുട്ടി കയറിയത് ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ഈ കുട്ടി കാറിനുള്ളിൽ കയറുകയും കാറ് ലോക്കാവുകയും ചെയ്യുകയും കുട്ടി അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്തത്. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയതോടുകൂടി തന്നെ കുട്ടിയെ പുറത്തെടുക്കാനും കഴിഞ്ഞു. വേണം പ്രതീക്ഷ, ഇപ്പോ കുട്ടി എന്താണ് ഈ സംഭവത്തെ പറ്റി വീട്ടുകാർ പറയുന്നത്? കുട്ടി ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ല എന്നാണോ? വേണു, കുട്ടിക്ക് നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെയോട് കൂടിയായിരുന്നു കളിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഈ കാറിന്റെ കീയുമായി കുട്ടി കാറിനുള്ളിലേക്ക് കയറുന്നത്. ഈ കുട്ടി കാറിനുള്ളിൽ കയറിയ കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. കുട്ടിയെ കാണാതായതോടെയാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കാതായതോടെ നോക്കിയപ്പോഴാണ് കുട്ടി കാറിനുള്ളിൽ അകപ്പെട്ട വിവരം വീട്ടുകാർ അറിഞ്ഞത്. അപ്പോഴാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തുകയും ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ പുറത്തെടുക്കാൻ ആയി എന്നതാണ് ഫയർഫോഴ്സും അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. വേണു, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.